ചിത്രീകരിക്കുകയാണ്. അവരോട് പറയുന്നത് പ്രവാചകരെ, നിങ്ങൾ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് പറയണം, അവരുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കണമെന്ന്, നോട്ടത്തെ നിയന്ത്രിക്കണമെന്ന്, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കണമെന്ന്, ലൈംഗികമായ വിശുദ്ധി അവർ പുലർത്തണമെന്ന് പ്രവാചകരെ അങ്ങ് പറയുക. അവരുടെ ഭംഗി അലങ്കാരം അവർ പ്രകടിപ്പിക്കരുത്. അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ നിങ്ങൾ അലങ്കാരം ഭംഗി നിങ്ങൾ പ്രകടിപ്പിക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് ഏതെങ്കിലും പൗരോഹിത്യ മതത്തിന്റെ തിട്ടൂരമല്ല, അതേതെങ്കിലും പണ്ഡിതന്മാരുടെ ഫത്വകളല്ല, ഏതെങ്കിലും പണ്ഡിത സഭകളുടെ പ്രമേയമല്ല. അത് സർവശക്തനായ അള്ളാഹുവിന്റെ കൃത്യമായ ശാസനയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനാത്തായ സ്ത്രീ ആ ശാസന ശിരസാ വഹിക്കുവാൻ സർവാത്മന സന്നദ്ധമാകുന്നു. അത് മുഅ്മിനാത്തിന്റെ ലക്ഷണമാണ്, സത്യവിശ്വാസിനിയുടെ അടയാളമാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവരുടെ ശിരോവസ്ത്രത്തെ അവർ താഴ്ത്തിയിടട്ടെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലേക്ക്. അവരുടെ ശിരോവസ്ത്രത്തെ അവർ താഴ്ത്തിയിടട്ടെ, എങ്ങോട്ട്? അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലേക്ക്. ഇതിനാണ് ഹിജാബ് എന്ന് പറയാ. ഹിജാബ് എന്നുള്ളത് ഈ ഖുർആൻ ആയത്തിന്റെ ആശയത്തിനാണ് ഹിജാബ്. ഹിജാബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം മറ എന്ന് മാത്രമാണ്. ഹിജാബിന്റെ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഈ ആശയമാണ്. വലാ യുബ്ദീന സീനത്തഹുന്ന, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം വ്യക്തമാക്കരുത്, ഭംഗി പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ഇല്ലാ മാ ലഹറ മിൻഹ, അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യക്ഷമായത് എന്താണ് എന്നുള്ളത് പിന്നെ ഹദീസിൽ നിന്നും തഫ്സീറുകളിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 തരം തഫ്സീർ അതിന് കൊടുത്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശാരദനായ മുഫസ്സിറാണ്, തിരുനബിയുടെ ശിഷ്യനാണ്, സഹാബി വര്യനാണ്, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്, സ്വീകരിക്കപ്പെടേണ്ട അഭിപ്രായത്തിന്റെ ഉടമയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലാ മാ ലഹറ മിൻഹ എന്ന വാക്കിന് വിശദീകരണം കൊടുത്തത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ എന്നാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ സ്ത്രീയുടെ ഔറത്താണ്. അത് നിർബന്ധമായും മറച്ചിരിക്കണം. അത് വാജിബാണ്, നിർബന്ധമാണ്. അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നത് അത് തെറ്റാണ്. ഈ പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും സ്വമേധയാ വെളിവാക്കുന്നത് അത് തെറ്റാണ്, കുറ്റകരമാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ ഇല്ലാ മാ ലഹറ മിൻഹ എന്ന വാക്കിന് തന്നെ മറ്റൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മുഖവും മുൻകൈയും അടക്കം ഔറത്താണ് എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളുണ്ട്. ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുണ്ട്. പ്രബലമായ അഭിപ്രായം മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ ഔറത്താണ്, മുഖവും മുൻകൈയും വ്യക്തമാക്കാം, അത് നോക്കാമെന്നല്ല പുരുഷന്. അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കുന്നതിന് തെറ്റില്ല എന്നാണ്. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരോ മുഖവും മുൻകൈയും മറക്കണമെന്ന് തീരുമാനിച്ചവരാണ്, അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടവരാണ്.